ഹോട്ട്സ്റ്റാറിൽ ഞാൻ 2 സിനിമകൾ അടുത്തടുത്ത് കണ്ടു. 2 സിനിമയുടെയും സിനോപ്സിസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടിൻ്റെയും ബേസിക് തീമിന് ഭയങ്കര സിമിലാരിറ്റി. അതിലൊരു സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരെണ്ണം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു സിനിമ ദി വാസ്പ് എന്ന സിനിമയാണ്, മറ്റേത് പ്രോമിസിങ് യങ് വുമൺ എന്ന സിനിമയാണ്. സോ ഈ 2 സിനിമകളെക്കുറിച്ച് ഞാനിന്ന് പറഞ്ഞിട്ട് സാധാരണ ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇടാറ്. പക്ഷേ ഈ 2 സിനിമകളെക്കുറിച്ചും കുറച്ച് കൂടുതൽ പറയണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ. പരമാവധി സ്പോയിലർ ഇല്ലാതെ തന്നെ ഞാൻ ഈ 2 സിനിമകളെക്കുറിച്ച് പറയാം. ആദ്യത്തെ സിനിമ ദ വാസ്പ് എന്ന സിനിമയാണ്. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ആദ്യത്തെ ക്യാരക്ടർ ഹെദർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നവോമി ഹാരിസ് ആണ് ഹെദർ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ക്യാരക്ടറിൻ്റെ പ്രശ്നം അവർ മെൻ്റലി അത്ര ഓക്കെ അല്ല. നമുക്ക് സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അത് മനസ്സിലാവും. ഒരു മെൻ്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന, ഒരു പ്രോപ്പർ ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഒരു മാരീഡാണ്, ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഫാമിലി ലൈഫിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഇവർ വർഷങ്ങൾക്ക് ശേഷം ഇവർ പഴയ സ്കൂളിൽ കൂടെ പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവളെ പോയി കാണുന്നിടത്താണ് ഈ സിനിമയുടെ കഥ സ്റ്റാർട്ടാവുന്നത്. ആ ഫ്രണ്ടിൻ്റെ പേര് കാർല. ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നതാലി ഡോർമർ എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. ഇവർ 2 പേരുടെയും ഗംഭീര പെർഫോമൻസാണ് ഈ സിനിമയുടെ നട്ടല് എന്ന് പറയാവുന്നത്. സോ ഹെദർ കാർലയെ കാണുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് ഇതുപോലൊരു ആവശ്യം പറയുമ്പോൾ ആരായാലും പറ്റില്ല എന്ന് തന്നെ പറയുള്ളൂ. പക്ഷേ കാർലയുടെ അവസ്ഥ വെച്ച് അവൾക്ക് ഈ ഒരു ഡീല് സ്വീകരിക്കേണ്ടി വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഈ ഒരു കാര്യം, ഇവളുടെ ആവശ്യം എങ്ങനെ നടത്തും എന്നതിൻ്റെ ഡിസ്കഷൻ്റെ ഒപ്പം ഇവരുടെ സ്കൂൾ ടൈമിലുള്ള ചില സംഭവങ്ങളും ഇവർ ചർച്ച ചെയ്യുന്നതൊക്കെയാണ് സിനിമയുടെ ബാക്കി. അപ്പോൾ പിന്നീട് അങ്ങോട്ട് കോൺവെർസേഷൻ വഴിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ്. കാരണം നമുക്കറിയാത്ത ഇൻഫർമേഷൻസ് ആണല്ലോ ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവീൽ ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ ഇത് എൻഗേജിങ് ആയി പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രോപ്പർ ക്ലൈമാക്സോട് കൂടിയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ, നമുക്ക് ഈ ഹെദർ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഒരു എമ്പതി തോന്നണം. കാരണം അയാൾക്കാണ് പാസ്റ്റിൽ നടന്ന സംഭവം വല്ലാതെ അഫക്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൾ ഇപ്പോഴും ഇമോഷണലി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ജീവിക്കുന്നത്. ആളുടെ ഫാമിലി ലൈഫിനെയും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ വിക്ടിം ഹെദറാണ്. അപ്പോൾ ആ ഹെദറിനോട് നമുക്കൊരു എമ്പതി തോന്നണം. അങ്ങനെയാണെങ്കിൽ ഹെദർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും, നമ്മൾ ഹെദറിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ പറ്റിപ്പോയത് ഈ ഇമോഷണലി ആൻഡ് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുടെ ക്യാരക്ടർ ഭയങ്കര അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് അയാൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. ആ ആക്ട്രസിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷേ ആ ക്യാരക്ടറിനെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് ഡയറക്ടർ തീരുമാനിച്ചത്. സോ നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ആളുടെ കൂടെ, ആളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും നമുക്ക് എന്തോ അയാളുടെ കൂടെ നിൽക്കാൻ തോന്നാത്ത പോലെ ഒരു മെൻ്റൽ ബ്ലോക്ക് കിടപ്പുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ സിനിമ മുഴുവനായിട്ടും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നത്. പക്ഷേ അതിനൊരു പ്രോപ്പർ ക്ലൈമാക്സ് ഉണ്ട്. കാരണം ഇതിങ്ങനെ എസ്കലേറ്റ് ചെയ്ത് എവിടെ വരെ പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സോട് കൂടെ തന്നെയാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത സിനിമ പ്രോമിസിങ് യങ് വുമൺ. ആ പേര് പോലെ തന്നെ നല്ല ഭാവിയുണ്ട് എന്ന് കരുതിയ ഒരു പെൺകുട്ടി കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. അതാണ് സിനിമയിലെ ഹീറോയിൻ. കാരി മുള്ളിഗൻ എന്ന ആക്ട്രസ്സാണ് കാസി അല്ലെങ്കിൽ കസാൻഡ്ര എന്ന ഈ ഒരു ലീഡ് ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. ഈ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ നട്ടല്. ഗംഭീര പെർഫോമറാണ്. ചില സമയത്ത് ചില ചിരിയും നോട്ടമൊക്കെ മതി ആ സീനിൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്യാരക്ടറും ഇതേ അവസ്ഥയാണ്. അവളിപ്പോൾ ഒരു കോഫി ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, ലൈഫിൽ എവിടെ എത്തിയിട്ടില്ല. അതുമാത്രമല്ല മെൻ്റലിയും ആൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ വാസ്പ് എന്ന സിനിമയിലുള്ള പ്രശ്നം അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നൊരു ഇൻസിഡൻ്റ് ആണെങ്കിൽ ഇത് കോളേജിൽ പഠിക്കുമ്പോൾ നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. വാസ്പിൽ അവൾ പഴയ ക്ലാസ്മേറ്റിനെ അങ്ങോട്ട് തിരഞ്ഞു പോയിട്ട് കോണ്ടാക്ട് ചെയ്യാണ്. പക്ഷേ ഈ സിനിമയിൽ പഴയ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ പഴയ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ ആക്സിഡൻ്റലി ഇവളുടെ കോഫി ഷോപ്പിലേക്ക് വന്ന് അങ്ങനെ ഒരു പരിചയപ്പെടുന്നു. പിന്നെ പഴയ കാര്യങ്ങൾ ഇവൾക്ക് ഇവൻ ത്രൂ കേൾക്കേണ്ടി വരുന്നു, പഴയ ഫ്രണ്ട്സിനെ കുറിച്ച് കേൾക്കേണ്ടി വരുന്നു. അതൊക്കെ അവളെ വല്ലാതെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത, വാസ്പിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ഇൻഫർമേഷൻ, പാസ്റ്റിൽ നടന്ന കാര്യത്തിൻ്റെ ഒരു ഇൻഫർമേഷനും ഇവരുടെ പെർഫോമൻസിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്രോമിസിങ് യങ് വുമൺ എന്ന സിനിമയിൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും അതേപോലെ തന്നെ ഗംഭീരമാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റിന് ഓസ്കാർ അവാർഡ് കിട്ടിയതാണ്. ഇതിൻ്റെ ഡയറക്ടർ എമറാൾഡ് ഫെനൽ ഒരു ആക്ട്രസ് ആയിരുന്നു. പിന്നെ പുള്ളിക്കാരി ഇപ്പോൾ ഡയറക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. 2 സിനിമ ഡയറക്റ്റ് ചെയ്തു, 3ാമത്തെ സിനിമന് വരാനിരിക്കുന്നു. ഗംഭീര ടാലൻ്റാണ്. കാരണം നമ്മൾ ആ സിനിമ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ക്യാരക്ടറിനോടൊരു കണക്ഷൻ വന്നു.
നമുക്ക് എമ്പത്തറ്റിക്കലി അവളെ ഇഷ്ടപ്പെടും. അവൾ ചെയ്യുന്നത് ഭയങ്കര നല്ല പരിപാടിയൊന്നും അല്ലെങ്കിലും നമുക്ക് ആ ഒരു ക്യാരക്ടറിനോടൊരു കൗതുകം തോന്നും, ക്യാരക്ടറിനോടൊരു ഇഷ്ടം തോന്നും. പിന്നെ നമ്മൾ അവളുടെ കൂടെ ഫോളോ ചെയ്യും. അവളുടെ ഈ മെൻ്റൽ പ്രോബ്ലങ്ങളൊക്കെ നമുക്കും മനസ്സിലാവും. പിന്നീട് പതുക്കെ പതുക്കെ റിവീൽ ചെയ്യും എന്താണ് അന്ന് സംഭവിച്ചത്, ഇവളിങ്ങനെ അഫക്റ്റഡ് ആവാൻ, ഇവളുടെ ഭാവി ഇതുപോലെ ആവാൻ എന്താണ് ഇതിനൊക്കെ റീസൺ ആയത് എന്നുള്ളത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്ത് വരും. പിന്നെ ഒരു ക്ലൈമാക്സും. ഈ രണ്ട് ക്ലൈമാക്സിനും സിമിലാരിറ്റി ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. പക്ഷേ ഈ രണ്ട് ക്ലൈമാക്സിനും ഒരു കാര്യം സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുന്നത് പ്രോമിസിങ് യങ് വുമണിലാണ്. കാരണം ഇവിടെ വി റൂട്ട് ഫോർ ദിസ് ക്യാരക്ടർ. അപ്പുറത്ത് നമുക്ക് ഹെദറിനോട് തോന്നാത്ത ഒരു അടുപ്പം നമുക്ക് കാസിയോട് തോന്നുന്നതുകൊണ്ട് വി വിൽ ബി മോർ ഹാപ്പി വാച്ചിങ് ദ ക്ലൈമാക്സ് ഓഫ് ദിസ് ഫിലിം. പിന്നെ തീമിലുള്ള സിമിലാരിറ്റി ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ നടക്കുന്ന ചെറിയ ഇൻസിഡൻസ് പിന്നീടും ചില ആൾക്കാരെ വളർന്നാലും അവർക്കത് മറക്കാൻ പറ്റില്ല. അത് അവരുടെ ലൈഫിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ രണ്ട് സിനിമയുടെയും ബേസിക് കഥ, ബേസിക് തീം. അത് വളരെ റെലവൻ്റ് ആയൊരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയുന്നത് ആൾക്കാരുടെ ലൈഫിനും പേഴ്സണാലിറ്റിയൊക്കെ ബാധിക്കും എന്നുള്ളത് ഇപ്പം നല്ല രീതിയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് ഇതുപോലുള്ള സിനിമകൾ വളരെ റെലവൻ്റ് ആണ്. ഇപ്പോഴും സ്കൂളിലും കോളേജിലും ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ പാരൻസും ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ വിട്ട് കളയുന്ന ചില കാര്യങ്ങൾ ചിലർക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. അവർക്കത് ലൈഫ് ലോങ് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ മെൻ്റൽ ഹെൽത്തിനും പേഴ്സണൽ ലൈഫിനൊക്കെ അത് ബാധിക്കും എന്നുള്ളതാണ് ഈ രണ്ട് സിനിമയിലും കാണിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഈ രണ്ട് സിനിമകളും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ രണ്ട് സിനിമകളും ഉണ്ട്. ഞാൻ രണ്ടിൻ്റെയും സിനോപ്സിസ് പറഞ്ഞു. അത് ഗൂഗിൾ ചെയ്താൽ തന്നെ കാണാവുന്ന സിനോപ്സിസ് ആണ്. പിന്നെ ബേസിക് പ്ലോട്ട് പറഞ്ഞു. പക്ഷെ എന്നാലും അതൊന്നിനെയും സ്പോയിൽ ചെയ്യില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സിനിമയും ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ കണ്ടിരിക്കാൻ പറ്റും. സോ ഈ രണ്ട് സിനിമയും ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. രണ്ടും കണ്ടു നോക്കൂ. പിന്നെ വാസ്പ് എനിക്ക് ഓക്കെ ആയില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ അത് ഇഷ്ടപ്പെടുമായിരിക്കും. ഈ രണ്ട് സിനിമകളും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമിലർ ഒപ്പീനിയൻ ആണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.